സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. 2008 CPIM പ്രവർത്തകനായിരുന്ന UK സലീം കൊല്ലപ്പെട്ട കേസിൽ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത് പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ആ കേസിൽ വിസ്താരം തുടങ്ങവേ സലീമിന്റെ പിതാവ് KP യൂസഫ് കോടതിയോട് പറയുന്നു, തൻ്റെ മകനെ കൊന്നത് മറ്റാരുമല്ല, അത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്, മാർക്സിസ്റ്റുകാരാണ് എന്ന്. തൻ്റെ മകൻ കൊല്ലപ്പെടാനുള്ള കാരണങ്ങളിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടുന്നു. 2006 ഫസൽ വധക്കേസിൽ CPIMന്റെ പ്രധാനികൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാവുന്നതുകൊണ്ട് ആ രഹസ്യം പുറത്തു പോകാതിരിക്കാൻ അതറിയാവുന്നവരെയെല്ലാം പാർട്ടി തന്നെ ഇല്ലായ്മ ചെയ്തു എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പണ്ടും ഇപ്പോൾ പിടിക്കപ്പെട്ട ആളുകളല്ല പ്രതിസ്ഥാനത്ത് ശരിയാവണ്ണമുള്ളവർ എന്ന് താൻ കരുതിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അന്ന് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേര് പറഞ്ഞില്ല. പക്ഷേ കൊന്നതിവരല്ല എന്ന നിലപാട് അന്നും ഉണ്ടായിരുന്നു. ഇന്ന് കൊന്നത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ താൻ തയ്യാറാകുന്നുവെന്നും പുതിയ അന്വേഷണവും കൂടുതൽ വിശദമായ പരിശോധനയും ഈ കേസിൽ വേണമെന്നും യൂസഫ് ആവശ്യപ്പെടുകയാണ്. CPIM അത് നിരാകരിക്കുന്നു. എന്നുമാത്രവുമല്ല, തൻ്റെ മകൻ്റെ മരണത്തിന് പിന്നാലെ പിരിച്ച രക്തസാക്ഷി ഫണ്ട് പോലും ശരിയാവണ്ണം കുടുംബത്തിന് പ്രയോജനപ്പെടും വിധം നൽകിയിട്ടില്ല എന്ന പരാതി കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ ഇത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് CPIM പ്രതികരിക്കുന്നു. സ്വന്തം ആളുകളെ കൊന്നുതള്ളുന്ന പതിവിലേക്ക് CPM മാറിയതിൻ്റെ പുതിയ ഉദാഹരണമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. UK സലീമിൻ്റെ മരണത്തിൽ സ്വന്തം കുടുംബത്തെ പോലും CPIMന് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് സലീമിൻ്റെ പിതാവിന് ഇത്രയധികം വിശദാംശങ്ങൾ പാർട്ടിക്കെതിരായി ഇപ്പോൾ പൊതുമധ്യത്തിൽ പങ്കുവെക്കേണ്ടി വരുന്നത്? ഈ അന്വേഷണത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അതിൽ നാം കാണുന്ന അസാധാരണത്വങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലകളെ മറികടന്നും ഏതൊക്കെ മേഖലകളെ അവഗണിച്ചും ഏതൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇരുന്നുമാണ് ഈ കേസ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന സംശയവും ഉയർന്നു വരികയായി. ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ. ഈ ചർച്ചയിൽ KP യൂസഫ് ഉണ്ട്, 2008 കൊല്ലപ്പെട്ട UK സലീമിൻ്റെ പിതാവ്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗ് പ്രതിനിധി, റെജി ലൂക്കോസ്, CPIM സഹയാത്രികൻ, CNV ബാലകൃഷ്ണൻ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം റെജി ലൂക്കോസ്, UK സലീമിൻ്റെ പിതാവ് ഇപ്പോൾ തൻ്റെ മകനെ കൊന്നത് സ്വന്തം കോമ്രേഡ്സ് തന്നെയാണ് എന്ന് വന്ന് പറയുമ്പോൾ ആ വിശ്വാസനഷ്ടം എങ്ങനെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ആ സംശയം എങ്ങനെ ഉണ്ടായതാണ്, ആ ആരോപണം എങ്ങനെ ഉയർന്നു വരുന്നതാണ് എന്ന് വിശദീകരിക്കാമോ ആദ്യം? നിഷാദെ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സലീമിൻ്റെ ഓർമ്മയോട് പോലും ചെയ്യുന്നൊരു പാതകമാണ് ഇങ്ങനൊരു ആരോപണം 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സലീം മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന സമയത്ത് അന്ന് NDF പ്രവർത്തകരാണ്, കഴിഞ്ഞ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായ കുറ്റവാളികൾ. അന്ന് അദ്ദേഹം CPMലായിരുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട പിതാവ് കോൺഗ്രസിലേക്ക് പോയി. ഇടക്കാലത്ത് അദ്ദേഹം മുസ്ലിം ലീഗായി. പിന്നീട് കുറേ നാൾ അദ്ദേഹം BJPയുടെ അനുഭാവിയായിരുന്നു. അതിനുശേഷമാണ് ജനുവരി 14 കോടതിയിൽ ഇതുവരെ ഉന്നയിക്കാത്തൊരു ആരോപണം പ്രതികൾക്ക് അനുകൂലമായിട്ട് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ഈ 14 പറയുന്നത് CPMനെ ആരോപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കോടതിയിലെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാതി കുറച്ചത്. വസ്തുത എത്ര വിചിത്രമായ ആരോപണം! ഈ 12 വർഷക്കാലത്ത് ആ പിതാവിനില്ലായിരുന്നൊരു പരാതി എങ്ങനെയാണ് 12 വർഷത്തിന് ശേഷം വന്നത്? തന്നെയുമല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടോടുകൂടി കേൾക്കാൻ പറ്റുന്നു. ഒരു പിതാവ് അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിനുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, രക്തസാക്ഷി ഫണ്ട് അവർ സ്വീകരിച്ചപ്പോൾ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് പാർട്ടിയുടെ കുഴപ്പമാണോ? രക്തസാക്ഷി ഫണ്ട് തൻ്റെ പിതാവിൻ്റെ കൊലയാളികൾ CPM ആണ്, പിന്നെ എങ്ങനെ ഇവരത് സ്വീകരിക്കുന്നത്? പിണറായി വിജയനായിരുന്നു അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം നേരിട്ടാണ് ആ ഫണ്ട് കൈമാറ്റം ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ CPMൻ്റെ പ്രവർത്തനം കൊന്നവരെ ന്യായീകരിക്കാനായിട്ടുള്ള ഇത്തരം വാർത്തകൾ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഈ കൊലപാതകങ്ങളിൽ CPMനെതിരെ ആരോപിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്നുള്ളത് വെളിയിൽ വരുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മകനെ നഷ്ടപ്പെട്ട പിതാവിൻ്റെ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ അദ്ദേഹം ഒരിക്കലും തൻ്റെ മകൻ്റെ ഓർമ്മയോട് പോലും ഇതുപോലെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം നിഷേധിക്കാൻ പറ്റുന്നത് നിഷേധിക്കട്ടെ. ഞാൻ ഈ കാര്യം അന്വേഷിച്ചിട്ട് ചർച്ചയിലിരിക്കുന്നത്. അത് തന്നെയല്ല, അദ്ദേഹം പറഞ്ഞാൽ ഇനി കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. ക്രൈംബ്രാഞ്ചിനെ വിട്ടുകൊടുത്ത് ഈ അന്വേഷണം അന്ന് നടത്തിയപ്പോൾ അതിനെ സ്വാഗതം ചെയ്തതാണ് ആ കുടുംബം, അദ്ദേഹത്തിൻ്റെ പിതാവ് അടക്കമുള്ളവർ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൊലപാതകത്തിൻ്റെ സമയത്ത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ വാർത്തകളെല്ലാം തെരഞ്ഞു നോക്കൂ. അതിനുശേഷം ഒരു പരാതിയില്ലായിരുന്നു അദ്ദേഹം. രക്തസാക്ഷി ഫണ്ട് തൻ്റെ മകൻ്റെ പേരിൽ പാർട്ടി പിരിച്ചെടുത്തത് കൈപ്പറ്റി. ഇപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം, ഞാൻ ആവർത്തിക്കുന്നു, ജനുവരി 14 കോടതിയിൽ അദ്ദേഹം ഈ രീതിയിൽ മൊഴി നൽകിയത്. ഇത് എത്ര വിചിത്രമാണ്! അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, തീവ്രവാദ മാനസികാവസ്ഥയുള്ള ഗ്രൂപ്പുകൾ പോലും കേരളത്തിലെ CPMകാരെ തല്ലിക്കൊല്ലുമ്പോൾ, വെട്ടിക്കൊല്ലുമ്പോൾ, കുത്തിക്കൊല്ലുമ്പോൾ
പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് CPM പ്രവർത്തകർ തന്നെയാണ്. എന്തിനാണ് CPM പ്രവർത്തകർ പ്രിയപ്പെട്ട സലീമിനെ കൊല്ലുന്നത്? അതിനൊരു ലോജിക്കുണ്ടോ? ഫസൽക്ക് ബദവും CPM സലീമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾക്ക് തലശ്ശേരി അന്വേഷിച്ച് നോക്കുക. തലശ്ശേരി സമയമാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ ഒരു വാർത്തകൾ ഇതിനെ പുറത്തു വിടുമ്പോൾ മറ്റൊരു വിഷയമില്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലെ വിഷയദാരിദ്ര്യം ആരംഭിക്കുമ്പോൾ ഈ പിതാവിൻ്റെ വാക്കുകൾ ഒന്ന് ചികഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ ഒന്ന് തുറന്നു നോക്കാതെ കണ്ട് ഇതുപോലെയൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുമെന്ന് ആലോചിക്കണ്ടേ? കേരളത്തിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ണൂരിലെ മനുഷ്യർക്കാരും വിവേകമുള്ളവരാണെന്നുള്ളവരും. കാരണം ആ കണ്ണൂർ ജില്ലയിലാണല്ലോ നടന്നത്. മറ്റുള്ള നാട്ടിലെ ജനങ്ങൾക്കാരും സത്യാവസ്ഥകൾ മുഴുവൻ അറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം ഈ ചർച്ചയിലുള്ളതുകൊണ്ട് ആദരവ് നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ആ സലീം എന്ന് പറയുന്ന തൻ്റെ മകനോടുള്ള നീതി, ആ ഓർമ്മയോടുള്ള നീതിയിലും അദ്ദേഹം പുലർത്തണമെന്ന് അതോട് ഞാൻ യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പക്ഷെ അന്നത്തെ കാര്യത്തിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം അന്ന് CPIMകാരാണെന്ന് അന്ന് പറഞ്ഞില്ല. പക്ഷെ അന്നും ഈ പിടിക്കപ്പെട്ട ആളുകളല്ല ഈ കേസിലെ പ്രതികളെന്ന് താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതായിരുന്നു തന്റെ നിലപാട് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ വിചാരണ വേളയിൽ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുമ്പോൾ അദ്ദേഹം ആ കാര്യം പറയുകയാണ്. രണ്ടാമത്തെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിലെ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടതിനെക്കുറിച്ച്. തന്റെ മകൻ ഉപയോഗിച്ചിരുന്ന ഫോൺ അന്ന് CPIMകാർ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ആ ഫോൺ കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആ ഫോൺ കണ്ടെടുത്താൽ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്ന് പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചു. ആ ഫോൺ കണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ പരാതി കൊടുത്തു. ഇതുവരെയും പോലീസ് അതിന് തയ്യാറായില്ല. ഇടയ്ക്കൊരു പ്രാദേശിക CPI നേതാവ് ഫോൺ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് അന്വേഷിച്ച് മെനക്കെടണ്ട എന്ന് തന്നെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതിനെക്കുറിച്ച്, ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഏത് ആശുപത്രി വേണമെന്ന് ചൂസ് ചെയ്തതിനെക്കുറിച്ചൊക്കെയുള്ള അസാധാരണത്വങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ചില പ്രത്യേക താല്പര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് പണ്ട് അദ്ദേഹം ഇത് പറഞ്ഞില്ലോ എന്ന ഒരു വാചകം കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നതല്ല ഇദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെന്ന് തോന്നുന്നു. റജി, അങ്ങനെ തോന്നിയാൽ പോരല്ലോ നിഷാദ്. നിങ്ങളുടെ റിപ്പോർട്ടർ അദ്ദേഹമായിട്ട് നടത്തിയ മിനി ഇന്റർവ്യൂ മുഴുവൻ ഞാൻ കണ്ടു. ഞാനത് മുഴുവൻ കണ്ടു. സാമാന്യ ബുദ്ധിക്ക്, സാമാന്യ ലോജിക്കിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്ന് ഒരു പരാതി ഇല്ലായിരുന്ന ഒരു പിതാവ്, ആ കുടുംബം, ഇദ്ദേഹം മാത്രമല്ല അതുമായിട്ട് പ്രതികരിച്ചത്, കൂടാതെ നാട്ടുകാരുടെ ബൈറ്റുകളൊക്കെ അന്നത്തെ മാധ്യമങ്ങളിലുണ്ട്, അന്നത്തെ പ്രിന്റഡ് മീഡിയയിലുണ്ട്. അന്ന് NDF-ന്റെ പ്രവർത്തകർ ഈ ചെറുപ്പക്കാരനെ അകാരണമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ആ കൊലക്കെതിരെ പ്രതികരിച്ച ഈ NDF പ്രവർത്തകർക്കെതിരെ പ്രതികരിച്ച ഒരു പിതാവാണ് ഇപ്പോൾ നമ്മളോട് ചർച്ചയ്ക്കിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരാതി CPM-കാർക്കെതിരെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ 12 വർഷം അദ്ദേഹം നിശബ്ദനായി? ഇത് വളരെ സിമ്പിളായ ഒരു ചോദ്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം സ്വന്തം പാർട്ടി പ്രവർത്തകരെ കൊന്നു തള്ളുന്നൊക്കെ പറഞ്ഞില്ല ആരെങ്കിലും മനസ്സിലാവുമോ? 212 സഖാക്കളെ കേരളത്തിൽ കൊന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാരും ഈ മതമൗലികവാദികളും ഈ RSS BJP-ക്കാരെല്ലാം. ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു CPM പ്രവർത്തകനെ തന്നെ പാർട്ടി കൊന്നെന്നൊക്കെ പറഞ്ഞാൽ ഭ്രാന്തി പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ കക്ഷിയല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ വർണ്ണിക്കാവോ? അദ്ദേഹത്തിനെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ച അദ്ദേഹം ഇപ്പോൾ ഏത് പാർട്ടിയിലാണെന്ന് ചോദിച്ചു നോക്കിയേ. അദ്ദേഹം ഇപ്പോൾ 4 പാർട്ടി മാറി. അദ്ദേഹം ചോദിക്കും അദ്ദേഹം ഇപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നുള്ളവരും. എന്നിട്ട് മറുപടി കേട്ടോ, ഇങ്ങനെയൊക്കെ സ്വാധീനത്തിന് വീഴാവോ? സ്വന്തം മകൻ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ത്യാഗസമ്പന്നമായ രീതിയിൽ മുമ്പോട്ട് പോയാലും മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ പ്രതികളെ ന്യായീകരിക്കുക ഒരു പിതാവിന് ചേർന്നാണോ? ഈ ഭൂമിയിൽ കേരളത്തിൽ നമ്മളെല്ലാം ഈ ഭൂമി ജനിക്കുന്നു പിതാവിനാലും മാതാവിനോ അല്ലല്ലേ? ഇങ്ങനെയൊക്കെ മാറ്റി പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മകനെ CPM പ്രവർത്തകർ തന്നെയാണ് CPM പാർട്ടി പ്രവർത്തകനായ സലീമിനെ കൊന്നെന്ന് ഇദ്ദേഹത്തിന് ലെബലേഷൻ സംശയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് പ്രതികരിച്ചില്ല? അദ്ദേഹം സ്വന്തം മകനല്ലേ മരണപ്പെട്ടിരിക്കുന്നത്. രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് പോലും അദ്ദേഹം കൈപ്പറ്റി, ആ കുടുംബം കൈപ്പറ്റി. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ പൈസ പോലും കൃത്യമായി ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. അതിനും പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് തനിക്ക് അതെങ്ങനെ ഇദ്ദേഹം അറിയുന്നത്? ഇപ്പോൾ കൊടുത്ത ഫണ്ട് അദ്ദേഹത്തിന് കൈ കിട്ടിയില്ല എന്നുള്ളത് ഇപ്പോൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എത്ര വിചിത്രമായ വാദഗതിയാണ്. ഇതാ നാട്ടുകാർ കേൾക്കുന്നത്. എത്ര കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് MV ജയരാജൻ, ബഹുമാനപ്പെട്ട സഖാവ്, കണ്ണൂർ DC സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന എടുത്ത് വായിച്ചു നോക്കൂ. അതേ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ കാലത്തെ അന്നത്തെ വാർത്തകളൊക്കെ ചെകഞ്ഞു നോക്കി നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട്. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി. കേരളത്തിലെ ഒരു പിതാവും ഒരു മാതാവും അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളും കേരളത്തിൽ താൻ ജന്മം കൊടുത്ത മകൻ മറ്റുള്ളവരെ പോലെ കിരാതമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ പ്രതികൾക്ക് വേണ്ടി സൈഡ് പിടിച്ച് 12 വർഷങ്ങൾക്ക് വന്ന ചരിത്രം കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിഷാദ്. ഇതിലപ്പുറമൊക്കെ എന്നാ പറയാൻ ഇതിനകത്ത്? താങ്കളിലേക്ക് വരാം. UK സലീമിന്റെ പിതാവ് KP യൂസഫ് എന്നോടൊപ്പം തത്സമയം ചേരുന്നു. KP യൂസഫ്, താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പരാതി 12 വർഷത്തിന് ശേഷമാണ്. തുടക്കത്തിൽ താങ്കൾക്ക് ഈ ആക്ഷേപം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, CPIMകാർ പിരിച്ചെടുത്ത പണം വാങ്ങുമ്പോഴും താങ്കൾക്ക് ഈ കാര്യത്തിൽ കൊന്നവർ തരുന്ന പണം എന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ താങ്കളുടെ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം മാറിയിരിക്കുന്നു. അതുകൊണ്ട് CPIMനെ ഒന്ന് പ്രയാസപ്പെടുത്തി കളയാം എന്നതുകൊണ്ടാണ് താങ്കൾ ഇതിപ്പോൾ പറയുന്നത് എന്നാണ് CPMന്റെ വാദം. KP യൂസഫ്, താങ്കൾ കേൾക്കുന്നുണ്ടോ?
യൂസഫ്, താങ്കൾ കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെ പ്രതി അഡ്വക്കേറ്റ് ഷിബു മീരാൻ ചെയ്യുന്നു. ഷിബു, ഇപ്പൊ ഇത് ഒരു വൈകി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണത്തെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുകയാണോ? അല്ല നിഷാദ്, ഇതിനകത്ത് നമ്മള് പുറത്തുനിന്ന് രാഷ്ട്രീയമായി ഏറ്റെടുക്കലിന്റെയോ തള്ളിക്കളയലിന്റെയോ വിഷയമല്ല. ഇന്നിപ്പോ പിതാവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഇന്ന് ആദ്യമായി പറയുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ വിശേഷിച്ച് CPM പറയുന്ന ഒരു ന്യായം എന്താണ്? ഈ രക്തസാക്ഷി ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട്. അതാ പിന്നെ അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു പിതാവിന്റെ മകൻ മരണപ്പെടുന്നു, അദ്ദേഹത്തിന് ചില ബോധ്യങ്ങൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നു. പിന്നെ ഒരിക്കലും അത് പറയാൻ പാടില്ല, ഇത്തരത്തിലൊന്നും പറഞ്ഞു പോകരുത്. അങ്ങനെ പറയാതിരിക്കാൻ നിങ്ങൾ കൊടുക്കുന്ന കൈക്കൂലിപ്പണത്തിന്റെ പേരാണോ ഈ രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുന്നത്? ഇവിടെ ഏറ്റവും അധികം അഫക്റ്റഡ് ആയ കക്ഷി ആ പിതാവാണ്. അദ്ദേഹത്തിന്റെ മകൻ കൊല്ലപ്പെട്ടപ്പോ ആ പ്രതികൾ ശിക്ഷിക്കപ്പെടണം, അത് ശരിയായ പ്രതികളാകണം എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അദ്ദേഹം ഒരു സംശയം തുറന്നു വച്ചാൽ ആ മനുഷ്യന് ഇമ്മട്ടിൽ നിങ്ങൾ ഫണ്ട് വാങ്ങിത്തുന്നതല്ലേ എന്ന രൂപത്തിൽ നമ്മൾ വിചാരണ ചെയ്യാൻ പാടുണ്ടോ? ആ ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങളിൽ ശരിയുണ്ടോ എന്ന നിയമപരമായ ഒരു പരിശോധന നടത്തുന്നതിൽ ഇവിടെ എന്തിനാ CPM ഇമാതിരി പേടിക്കാൻ പോകുന്നത്? ഇതെന്തുകൊണ്ട് ഈ ഫസൽ വധക്കേസ്, ഇതിപ്പോ ഫസൽ വധക്കേസുമായിട്ടാണല്ലോ നിഷാദ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഈ ഫസൽ വധക്കേസ് തന്നെ ഒരുപാട് കൗതുകങ്ങളുള്ള ഒരു കേസാണത്. CBI അന്വേഷിച്ച ആദ്യത്തെ കേസ് എന്നുള്ളത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ അത് RSS ആണെന്ന് പറഞ്ഞു. പിന്നീട് അത് CPMന്റെ നേതാക്കന്മാർ CBI അന്വേഷണം നടന്നപ്പോൾ അറസ്റ്റിലായി. പിന്നീട് ഒരു കുപ്പി സുധീഷ് എന്ന മറ്റോ വേറൊരാളുടെ വെളിപ്പെടുത്തത് കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. ഇതിനകത്ത് ആ കുടുംബത്തിൽ തന്നെ ഇപ്പൊ 2 തർക്കം, ഈ ഫസലിന്റെ കുടുംബത്തിൽ തന്നെ. എന്ന് വെച്ചാൽ അതുപോലെ നിഗൂഢതകളുള്ള ഒരു കേസ്. അതിനകത്ത് 2 പേർ മരണപ്പെട്ടു. ഒന്ന് ഷിയാസ് ഉണ്ട്, പിന്നെ നേരത്തെ ഒരു പഞ്ചാരഷിൽ എന്ന് പറയുന്ന ഫസൽ വധക്കേസിൽ ഒരു പ്രതി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. CPM പ്രതിസ്ഥാനത്ത് വരുന്ന ഇത്തരം കേസുകളിൽ പലപ്പോഴും CPMന്റെ പ്രവർത്തകർ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ട അനുഭവങ്ങൾ നേരത്തെ ഉണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് ദിവസമാണ് ഈ കൂത്തുപറമ്പിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ കൊലപ്പെടുത്തിയത്. ആ കേസിലെ പ്രതി 2 ദിവസങ്ങൾക്ക് ശേഷം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി, ആത്മഹത്യ നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അന്ന് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതൊരു ആത്മഹത്യയാവാൻ തരമില്ല എന്ന നിലക്കാണ്. ഇത് ഷുക്കൂർ വധക്കേസിലെ പ്രതികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്, ഫസൽ വധക്കേസിൽ സംഭവിക്കുന്നുണ്ട്, മൻസൂർ വധക്കേസിൽ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില നിർണായകമായ വെളിപ്പെടുത്തലുകളിലേക്ക്, അന്വേഷണങ്ങളിലേക്ക് എത്തുമ്പോ ഇതിൽ ലിങ്ക് ചെയ്യുന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരു മോഡസ് ഓപ്പറാൻഡി CPMന് ഉണ്ട് എന്ന് സംശയിക്കാൻ നമ്മുടെ മുമ്പിൽ 1, 2, 3 ഉദാഹരണങ്ങളുണ്ട്. CPM യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അധോലോക സംഘത്തെ പോലെ ആവുകയാണോ നമ്മൾ സംശയിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മസിൽ പവർ എന്നതിനെ വ്യാഖ്യാനിക്കേണ്ട രൂപത്തിലേക്ക് ഇവർ പോവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ പറയുന്ന വാദങ്ങൾക്ക് എന്തെങ്കിലും അടിത്തറയുണ്ടെങ്കിൽ ഈ പറയുന്ന UK സലീം എന്ന ചെറുപ്പക്കാരന്റെ ചോര CPMന്റെ കൈകളിൽ പുരണ്ടിട്ടില്ലെങ്കിൽ ആ പിതാവിനോടൊപ്പം നിന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന ഒരു വരി പറയുന്നത് തുറന്ന അന്വേഷണത്തിന് മടിയൊന്നുമില്ല എന്ന നിലപാട് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് ഷിബു മീരാൻ ചോദിക്കുന്നത്. KP യൂസഫ്, ഞാൻ ചോദിക്കുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ, പണ്ടില്ലാത്ത നിലപാട് താങ്കൾ ഇപ്പോൾ പറയുകയാണെന്ന് പറയുന്നു CPM. അന്ന് എന്തുകൊണ്ട് മാർക്സിസ്റ്റുകാരാണെന്ന് പറഞ്ഞില്ല? മാർക്സിസ്റ്റുകാരാണ് കൊന്നത് എങ്കിൽ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ ഏറ്റുവാങ്ങിയത് എന്തിനാണ്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു CPM ഇപ്പോൾ. അതായത് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രതികൾ ഇവരെല്ലാം, കാരണം പല സംശയങ്ങളും. ഞാനിങ്ങനെ മകൻ മരണപ്പെട്ടതിന് ശേഷം വിശാലമായ അന്വേഷണം നടത്തി. കാരണം അന്ന് മരണപ്പെട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും, അതായത് ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറാണ്, പൊതുപ്രവർത്തകനാണ്. അതായത് വിശദമായി എല്ലാവരോടും അന്വേഷണം നടത്തി. അന്വേഷണത്തിന് എനിക്ക് മനസ്സിലായത് ഇത് മാർക്സിസ്റ്റുമായിട്ട് കരുതിക്കൂട്ടി ചെയ്യുന്ന കൊലപാതകമാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ മകൻ സലീം 2 പ്രാവശ്യം വിദേശത്ത് പോയാളാണ്. 3ാമത് ഞാൻ അയക്കാൻ നിർബന്ധിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ന്യൂമാഹി പഞ്ചായത്തിൽ ഏടന്നൂർ ദേശത്ത് റെയിലിൻ്റെ മുകളിലൊരു മരണം നടത്തിയിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞത് റെയ്സ് എന്ന് പറഞ്ഞ ആളാണ്. അവർ പറഞ്ഞത് റെയ്ഡ് തട്ടിയിട്ട് മരണപ്പെട്ടാണ്. അപ്പോൾ എൻ്റെ മകൻ സലീം എന്നോട് പറഞ്ഞു അതല്ല, ഈ ഫസൽക്കലുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ അവൻ കൊല്ലപ്പെട്ട്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ ഭയപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പുറത്തുണ്ട കുത്തിരുന്നത്. അങ്ങനെയാണ് നിർബന്ധിച്ചാണ് ഗൾഫിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 1. 2ാമതെന്ന് പറഞ്ഞാൽ ഇവനന്ന് രാത്രി, അതായത് 2008 ജൂലൈ 21 രാത്രി ഏകദേശം സുമാർ 7 മണിക്ക് ഞാൻ കടയിറങ്ങുന്ന കച്ചവടക്കാരനാണ്. കടൻ്റെ മുമ്പിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ പുറത്ത് ഇന്നേടിയാണ് പോകുന്നത്.
അതല്ല എൻ്റെ ചങ്ങായിമാർ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആൾക്കാരാണ്, അവർ വിളിച്ചിട്ടുണ്ട്, എന്തോ പറയാനുണ്ട്, വന്ന് പുസ്തകമൊട്ടൊക്കെ പോകാമെന്ന് പറയും. അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാലാണ് മരണപ്പെട്ടതായിട്ട് വിവരം എനിക്ക് അറിയുന്നത്. കുറച്ച് എൻ്റെ ഏകദേശം 9 മണിക്ക് ശേഷം മരണപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ ആകെ ബേജാറി. പല സ്ഥലത്തും ചോദിച്ചാലെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ പ്രവർത്തനം ഒന്നുമില്ല ആശുപത്രിയിലുണ്ട്, ഒന്നുമില്ല. പിന്നെയാണ് മരണപ്പെട്ടത് അറിയുന്നത്. വിശദമായ അന്വേഷണം നടത്തിയിട്ട് എനിക്ക് മനസ്സിലായ എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് കാലത്ത് ഉസ്ലമൊട്ടിലും കടാരംകുന്നിൻ്റെ മധ്യത്തുള്ള വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു 8-9 മണിക്ക് ഇവിടെ 2-3 ആൾക്കാർ വന്ന് ഇത് വീഡിയോ വാടക കൊടുക്കുക, ഇത് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള സ്ഥല സന്ദർശനം നടത്തിയിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം പ്രദേശവാസികൾ എന്നോട് പറഞ്ഞാണ്. എന്നതിന് ശേഷം ഈ അന്ന് രാത്രി അക്രമം നടന്നതിന് ശേഷം അടുത്തുള്ള കടയിൽ 1/2 മണിക്കൂറോളം ഇവനെ കൊണ്ടുപോയി നിർത്തി. അതായത് മാർക്സിസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി തലശ്ശേരി കോപ്റ്റീവ് ആശുപത്രിയാണ്. അതൊന്നും കൊണ്ടുപോകാതെ അടുത്തുള്ള കടയിൽ 1/2 മണിക്കൂറോളം കൊണ്ട് നിർത്തി രക്തം പാർന്നതിന് ശേഷം മാഹി ആശുപത്രി പോയി. മാഹി ആശുപത്രിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാലാണ് തലശ്ശേരി കൊണ്ട്. ഇങ്ങനെയാണ് മരണപ്പെട്ട എവിടെയാണെന്നുള്ള രേഖ ഇന്നുമില്ല. കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട്, അതായത് ബോഡിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തലശ്ശേരി മുനിസിപ്പാലിറ്റി പോയി. അവർ പറഞ്ഞ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അവർ പറഞ്ഞ് ഇവിടുന്ന് മരിച്ചിട്ടില്ല. അങ്ങനെ തലശ്ശേരിയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തിട്ടാണ് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്. അതെ, അപ്പോൾ ഇത് അവൻ്റെ കയ്യിൽ ഒരു 2 മാസത്തോളം 3 മാസത്തോളം തലശ്ശേരി പോലീസോ മറ്റോ ആരും എന്നോട് വന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ പല പ്രാവശ്യം തലശ്ശേരി പോലീസ് സർക്കിളിനോടും DOSനോട് പലരും ആവശ്യപ്പെട്ടു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവൻ്റെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാതെ, നിങ്ങൾ എന്നോട് യാതൊരു ചോദിച്ചില്ല. എൻ്റെ നിർബന്ധം കൊണ്ടൊരു 3-4 മാസം കഴിഞ്ഞാൽ തലശ്ശേരി സർക്കിൾ ഓഫീസിൽ വെച്ചിട്ട് എന്നോട് ചോദ്യം ചെയ്തു. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ഫോൺ കണ്ടെടുത്താൽ അവനെ വിളിച്ച ആൾക്കാർ ആരാണ് വിളിച്ച് ആ ഫോണിൻ്റെ കണ്ടെടുത്ത സംഗതി മനസ്സിലാവും, അത് ഞാൻ കണ്ടെടുക്കുമെന്ന് പറഞ്ഞു. എന്നതിന് ശേഷമാണ് പിന്നെ DYSP പ്രതിപക്ഷ നേതാവിനും അന്നത്തെ മുഖ്യമന്ത്രിക്കും എല്ലാം ഞാൻ നിവേദനം കൊടുത്ത്, എന്നിട്ട് യാതൊരു നടപടി സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് ഇവരെ ചോദിക്കുന്നവരോ എന്നോട് ശരിയാവും, അടുത്ത് ശരിയാവും, ഫോണിൽ അത് കണ്ടെടുക്കും. അതിന് ശേഷം കടാരംകുന്ന് പ്രദേശത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ സ്നേഹിതന്മാരുണ്ട്, സഹോദരത്ത് ഇന്നും എൻ്റെ സ്നേഹിതന്മാരാണ്. അവരിൽ K. ചന്ദ്രൻ ഒരാൾ വേണ്ടി ചോദിച്ചു, എല്ലാ പിന്നെ നിങ്ങളെ പ്രവർത്തനം അവൻ്റെ ഫോൺ എവിടെയാണ്, നിങ്ങൾ ഫോൺ അന്വേഷിക്കണം, ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ് ആരെടുത്തുള്ളത്. അത് ഞാൻ എടുത്തിട്ട് ബാബുട്ടി, അതായത് പഞ്ചായത്ത് പ്രസിഡൻ്റായത്, ഇതിനു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ, അന്ന് പാർട്ടിൻ്റെ സെക്രട്ടറി സെക്രട്ടറി ബാബുട്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് കുറേ കാലം ബാബുട്ടി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നടക്കുന്ന സഹപ്രവർത്തകരുണ്ട് സന്തോഷ്, അതായത് ഓനെ ആത്മഹത്യ ചെയ്താണ്. ഓനെ വീട് കടയിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, ഇവൻ്റെ ഫോൺ എവിടെ? യൂസുക്ക, നിങ്ങളെ ഫോണിനെ പറ്റി അന്വേഷിക്കണ്ട, ആ ഫോണ് എൻ്റെ കയ്യിലായിരുന്നു കിട്ടി, അതിൽ രക്തക്കറിയും മറ്റേ മാംസത്തിൻ്റെ കഷ്ണലുണ്ട്. എന്നിട്ട് അത് അനിൽകുമാർ, അതായത് മാർക്സിസ്റ്റ് പാർട്ടി അന്ന് ലോക്കൽ സെക്രട്ടറി അനിൽകുമാറിൻ്റെ കൈ കൊടുത്തിട്ടുള്ളത്. ഇപ്പം പിന്നെ പഞ്ചായത്ത് ഉണ്ടായ ആളാണ്. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ പല പ്രാവശ്യം ഇതിനെപ്പറ്റി ഫോണിനെ പറ്റി ആവശ്യം യാതൊരു നടപടിയുമില്ല. എന്നതിന് ശേഷം ഞാൻ ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുത്തു. ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കാൻ തലശ്ശേരി പഴയ പോലീസ് സ്റ്റേഷനിൽ എന്നെ കുറേ കാലം കഴിഞ്ഞ് ചോദ്യം ചെയ്തു. അതിലും ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടക്കാത്തതിൻ്റെ പേരിലാണ് കുറേ പല പ്രാവശ്യം, അതായത് 2-3 കൊല്ലത്തോളം കഴിഞ്ഞതിന് ശേഷം പല പ്രാവശ്യം നിർബന്ധിച്ച ശേഷമാണ് എറണാകുളത്ത് പോയി അഡ്വക്കേറ്റ് രാംകുമാർ മന്ത്രം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്തു. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് സംഗതി ഇങ്ങനെ. ഇത് ഇപ്പോൾ ഞാൻ ഇതുവരെ ആരും ഒന്നും ചോദിക്കാണ്ട് ഇത് പറയുന്നത് വെച്ചാൽ ഇപ്പം തലശ്ശേരി കോടതിയിലാണ് എല്ലാം പറയാനുള്ള അവസരം കിട്ടിയത്. ഇതുവരെ ഒന്നും അവസരം കിട്ടിയത്. അങ്ങനെയാണ് 2.5 മണിക്കൂറോളം അവരെന്നെ ചോദ്യം ചെയ്ത സത്യാവസ്ഥ ഇതുവരെല്ലാം സത്യം പറയാൻ കാരണം. കോടതിയിൽ ഞാൻ പറഞ്ഞെന്താ, സത്യം തെളിയിക്കുക, അതിന് വേണ്ടിയിട്ടാണ് കോടതി കൊടുത്തത്. അത് അതുകൊണ്ടാണ് അന്ന് പാർട്ടിയുടെ പേര് കോടതിയിൽ പറയുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള സാക്ഷികൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി സജീവ പ്രവർത്തകന്മാരാണ്. സാക്ഷികൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി സജീവ പ്രവർത്തകന്മാരാണ്. എല്ലാം എൻ്റെ എനക്കറിയാം, ഓരോ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാം കള്ളസാക്ഷികൾ ഉണ്ടാക്കുക. എന്തുകൊണ്ട് ഈ ഫോൺ കണ്ടുപിടിക്കുന്നില്ല? എന്തുകൊണ്ട് പിന്നെ ഈ സാക്ഷികൾ കള്ളസാക്ഷികൾ ഉൾപ്പെടുത്തി? ഇതെല്ലാം സംശയത്തിന് ധാരാളം കാരണമല്ലേ? അങ്ങനെ പല ചോദ്യങ്ങളും എനിക്ക് ചോദിക്കാനുണ്ട്. അത് കോടതിയിൽ ഇപ്പോൾ എല്ലാം പറയാൻ അവസരം കിട്ടിയാണ് എൻ്റെ ഭാഗ്യം. അന്നിത് തുടക്കത്തിൽ വേറെ എവിടെയും ഈ കാര്യം പറഞ്ഞിരുന്നില്ല. പാർട്ടിയുടെ ഏതെങ്കിലും സീനിയർ ലീഡേഴ്സിനോട് പങ്കുവയ്ക്കുകയോ വേറെ ഏതെങ്കിലും പരാതി രൂപത്തിൽ മറ്റാരെങ്കിലും അറിയിക്കുകയൊന്നും ഉണ്ടായില്ല. ഹൈക്കോടതിയുടെ സത്യം സ്വന്തം കെട്ടിക്കണമെന്ന് പറഞ്ഞു. പാർട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം ആരാ ചെയ്തതെന്ന് പറഞ്ഞ ആൾക്കാരല്ല, ഇതിൻ്റെ പിന്നിൽ ആരെല്ലാം ഉണ്ട്, ഇത് സത്യം കണ്ടുപിടിക്കുക. ഇത് പറയാൻ തന്നെ കാരണം ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞ റിപ്പോർട്ടറാണ്. കാരണം അത് ജനങ്ങൾ എന്നോട് പറഞ്ഞ ദിവസമൊക്കെ തലശ്ശേരി ടെമ്പിൾ കഴിഞ്ഞ അത്രയുള്ള നങ്ങാപുരത്ത് നരങ്ങാരത്ത് എന്തായിരുന്നു സ്ഥലത്തിന് പേര്, അതിലെ ഓർഡർ ചെയ്ത് സംഭവം കഴിഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്യുന്നപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
എല്ലാം ജനങ്ങളാണ്. ഞാനൊരു പൊതുപ്രവർത്തനം, എല്ലാവരും നല്ല ബന്ധം, അവരാ ഇതെല്ലാം പറഞ്ഞു തന്നുണ്ട്. എന്തുകൊണ്ട് ഒരാൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ കോപ്പറേറ്റീവ് കൊണ്ടുവന്നൊരു ഇത് പീഡിയൻ്റെ ആൾക്ക് അരമണിക്കൂർ രക്തം പോയിരുന്നിടത്ത് എന്തുകൊണ്ട് മരിച്ച രജിസ്റ്റർ ചെയ്തില്ല? എന്തുകൊണ്ട് പ്രധാനപ്പെട്ട തെളിവായ ഫോൺ കണ്ടെടുത്തില്ല? ഇതെല്ലാം എൻ്റെ വീഴ്ചയാണോ? അപ്പൊ അതെല്ലാം സംശയം. ഈ മരണ ദിവസം രാവിലെ വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ ചില ആളുകൾ വന്ന് സ്ഥല നിരീക്ഷണം നടത്തിപ്പോയെന്ന് പറഞ്ഞല്ലോ, അവരൊക്കെ CPI-കാരായിരുന്നോ? അതായത് അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു ഇങ്ങനെ 2-3 ആൾക്കാർ വന്ന് പറഞ്ഞ ഡബിൾ ഗെയിൻ്റെ അപ്പുറത്ത് നാരങ്ങാപ്പുറത്താണ്, നങ്ങാപുരത്താണ്, അവരാണ് വന്നെന്നാണ് പറഞ്ഞത്. സാറെ അന്വേഷിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി ഇപ്പോ സാധാരണ നിലയ്ക്ക് CPI-ന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഒരാൾ CPM-കാരാൽ തന്നെ ആക്രമിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ യൂസഫ്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? താങ്കൾ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു. എന്തായിരുന്നു അതിന്റെ ഒരു പൂർണ്ണ രൂപം പറയാമോ? അതെ, പറയാതോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്, റെയ്സ് മരണപ്പെടുക കാരണം റെയിലിൻ്റെ മുകളിൽ ഓനെ കൊക്കുക, പിന്നെ ട്രെയിനായിട്ട് മരണപ്പെട്ടില്ല, ഓനെ കൊന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ്. അതുകൊണ്ട് ഓൻ മരണപ്പെടുക കാരണം ഫസലുബാദിൻ്റെ കേസ് അറിയുന്നതുകൊണ്ടാണ്. റെയ്സും ഈ സലീമും വളരെ ചുറ്റ ചങ്ങാതിമാരാണ്, അവർക്ക് രണ്ടാൾക്കും അറിയാം ഇതെല്ലാം. അങ്ങനെയാണ് ഇവൻ്റെ ബേജാറ് ഭയപ്പാടും കണ്ടിട്ടാണ് വീണ്ടും ഞാൻ ഗൾഫിലേക്കൊക്കെ കണ്ടിട്ടാണ്. അവൻ ഗൾഫിലേക്ക് പോകുന്ന സംഗതി ഇവിടുത്തെ മാർച്ചിൽ 10 അറിയാം. അതിന് മുമ്പ് ഫസൽ വധക്കേസിലെ കാര്യങ്ങളൊക്കെ സലീമിനും റയീസിനും അറിയാമായിരുന്നു കരുതുക. അതിന്റെ പേരിൽ CPM എന്തിനാണ് അവരെ കൊല്ലുന്നത്? ഈ സലീമും ഇവരും ഈ റയീസും ഒക്കെ ഇടയ്ക്ക് പാർട്ടിയുമായി തെറ്റിയോ? പാർട്ടിയുമായി തെറ്റിയല്ല, ഇവർ സംഗതി പുറത്തു വരാം. ഒന്ന് സലീം ഗൾഫിൽ പോയാൽ സംഗതി പുറത്തു വരും, റയീസ് പുറത്തു വിടും. ഇത് ധരിച്ചിട്ട് തന്നെയാണ് ചെയ്ത്. അവർ സംഗതി പുറത്തു വിടുന്നുള്ളത് അതിന് ധാരണയുണ്ട്, അതാണ് ചെയ്യാൻ കാരണം. അല്ല, ഇവർക്ക് മാത്രമായി ഈ കാര്യങ്ങൾ അറിയാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇവർക്ക് അല്ല ഈ ഫസൽ വധക്കേസിലെ ഡീറ്റെയിൽസ് സലീമിനും റയീസിനും അറിയാമായിരുന്നു എന്ന് വെച്ചാൽ അവർക്കത് ആരാണ് ചെയ്തത്, ആരാണ് നേതൃത്വം കൊടുത്തത്, ആരായിരുന്നു കൊലയാളി സംഘത്തിലുണ്ടായിരുന്നത്, എല്ലാം അറിയാമായിരുന്നാണോ? എല്ലാം അറിയാമായിരുന്നു. കാരണം ഇവർ ഇവിടുന്ന് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടത്. എൻ്റെ മോൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫസൽ വധവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് മറ്റോ കൊല്ലപ്പെടുക. കാരണം അതിൽ പല ആൾക്കാരും കൊല്ലപ്പെട്ടു, ആളുകൾ ഞാൻ പേരിപ്പം പറയുന്നില്ല. പല ആൾക്കാരും പല ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണം നടത്തി ഇതെല്ലാം വെളിയിൽ വരും. അല്ലാണ്ട് കേരള പോലീസ് അന്വേഷിച്ച ഒരു കാലത്ത് ഇത് വെളിയിൽ വരില്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ നേരത്തെ CPM-കാർ താങ്കളുടെ ആരോപണത്തിന് മറുപടിയായി പറയുന്നത് CPM തന്നെ കൊല്ലിച്ചതാണെന്ന് പരാതി ഉണ്ടെങ്കിൽ ഈ രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യത്തിൽ അവരുമായി സഹകരിച്ചല്ലോ എന്നാണ്. സഹകരിച്ചില്ല, ഞാൻ പറയാം. അതായത് പല പ്രാവശ്യം അതിനെ നിർബന്ധിച്ച് എന്നോട് ഫണ്ട് മേടിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ ആലോചിച്ചത് സ്നേഹിതം പറയാൻ വിചാരിച്ചു. അവൻ്റെ കേസ് ഞാൻ പത്രത്തിൻ്റെ ഒരു ഏജൻറ്റാണ്, എൻ്റെ അടുത്ത് യാതൊരു വരുമാനമില്ല. കേസ് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരോട് പണം മേടിച്ചത്. കാരണം എൻ്റെ മേലം കൊന്നിട്ട് പൈസ ഇല്ലാത്ത ഞാനങ്ങനെ കേസ് നടത്താൻ തന്നെ ഞാൻ പണം മേടിച്ചത്. ശരിയാണ്. ആരെങ്കിലും മോനെ കൊന്നിട്ട് പൈസ മേടിക്കും, ആരെങ്കിലും സ്വന്തം മക്കൾ ഫസലിന്റെ കേസ് കൊടുക്കും, ഒരു മോനെ കൊല്ലം തന്നെ വരുന്നത്. ഫസലിന്റെ കേസല്ല, ഫസലിന്റെ കേസിൽ ശരിയായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CBI എൻക്വയറി ഒക്കെ ആവശ്യപ്പെടുന്ന കേസ് നടത്താനല്ലേ ഈ പൈസയുടെ കാര്യം പറയുന്നത്? അല്ല, എന്റെ മോന്റെ കേസ് നടത്താൻ വേണ്ടി. അല്ല, സോറി ഞാൻ ചോദിക്കുന്നത് സലീം എനിക്ക് പേര് മാറിപ്പോയതാണ്. ഞാൻ ചോദിക്കുന്നത് സലീമിന്റെ കേസ് നടത്തുന്നത് പാർട്ടിയല്ലേ? അല്ല, അത് പ്രോസിക്യൂഷൻ ആണല്ലോ, പാർട്ടി അല്ല. പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ. സോറി, സലീമിന്റെ കേസിൽ പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ, അതിനകത്ത് എന്തിനാണ് നമുക്ക് ഇത് കേസ് നടത്താൻ പണം? CBIക്ക് ഞാനല്ലോ കൊടുത്തത്. ഈ അന്വേഷണം പോരാ എന്ന മട്ടിൽ അന്വേഷണം നടത്താൻ പണം ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ആ ഭാഗം വിട്ടാൽ ഞാൻ വീണ്ടും ഒന്ന് റജി ലൂക്കോസിലേക്ക്. റജി, അത് കേൾക്കൂ. തുടക്കം മുതൽ തന്നെ ഇത് ഈ പറയുന്ന പ്രതികൾ ചെയ്ത കൃത്യമല്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. പ്രാദേശികമായി വിവരങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷവും ശരിയാവണ്ണമുള്ള പ്രതികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ പറയുന്നതല്ല, കോടതിയിൽ പറയാൻ അവസരം കിട്ടിയത് ഇപ്പോഴാണ്. പുറത്തു പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കോടതി കുറച്ചുകൂടി നിയമപരമായ വലിയ ബോഡിയാണല്ലോ, അവിടെ പറഞ്ഞു. അതിലെന്താണ് ഇത്ര അസാധാരണത്വം? അതിലെന്താണ് ഇത്ര ആക്ഷേപം ഉന്നയിക്കാനുള്ളത് റജി? അല്ല, അതിനകത്ത് ആക്ഷേപമൊന്നും ഉന്നയിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ മകൻ്റെ മരണത്തിൻ്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് രക്തസാക്ഷി ഫണ്ട് ഞാൻ സ്വീകരിച്ചു, അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ ലോക ചരിത്രത്തിനകത്തായിരിക്കും കൊലയാളികളുടെ കയ്യിൽ നിന്നും മകൻ്റെ കൊലയാളികളിൽ നിന്ന്, അദ്ദേഹം ഇപ്പോൾ പറയുന്ന ആൾക്കാരിൽ നിന്നും പൈസ വാങ്ങിച്ച്
മകൻ്റെ കേസ് നടത്താനാണ് അദ്ദേഹം തയ്യാറായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ചർച്ചയുടെ പ്രസക്തി പോയില്ല. അത് തന്നെ എത്ര വിചിത്രമാണ്. ഒരു പിതാവ് തൻ്റെ മകനെ കൊന്നവരിൽ നിന്നും തൻ്റെ മകൻ്റെ കൊലപാതകളെ അല്ലെ കൊലക്കേസ് നടത്താൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എത്ര വിചിത്ര. അതിലൊക്കെ വിചിത്രമായ ഒരു വാദം ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ശിവവീരാൻ പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തി. അത് ആ സലീമിൻ്റെ അച്ഛൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കൈക്കൂലി നൽകിയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ 12 വർഷം കഴിഞ്ഞിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നത്, കൈക്കൂലിക്കണം. അപ്പോൾ ഈ മകൻ്റെ പൈസയ്ക്ക് ഭരണത്തിന് കൈക്കൂലി വാങ്ങിച്ച പിതാവാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പിന്നിൽ തിരക്കഥ ആരാണെന്നുള്ളത് ഞാൻ പറയാതെ പറഞ്ഞില്ല ആദ്യത്തെ ഘട്ടത്തിൽ. അത് തന്നെയാണ് വസ്തുത. ഇവരൊരു ലോജിക്ക്, ഒരു മിനിമം ലോജിക്ക് വേണ്ടേ ഈ പിതാവിനെ ഈ രീതിയിലൊക്കെ സംസാരിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ചർച്ച കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമായില്ല ഇതിനകത്തെ അന്തർനാടകം. ഒരു കാര്യം കൂടി ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചു വരാം. യൂസഫ്, താങ്കൾ പാർട്ടി മാറിയത് കൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് കൂടി പറഞ്ഞു CPM-കാർ. ഞാൻ പാർട്ടിയൊന്നും മാറിയില്ല. അതായത് ഞാൻ മുമ്പേ കോൺഗ്രസിൻ്റെ സജീവ വർക്കറാണ്. കോൺഗ്രസിൻ്റെ അഭിപ്രായം 1980 ആദ്യമായിട്ട് പഞ്ചായത്തിൽ മത്സരിച്ചു. അന്ന് അഖിലേന്ത്യാ ലീഗിൻ്റെ മെമ്പറാണ്, അഖിലേന്ത്യാ ലീഗുകാരനാണ് ഞാൻ. അന്ന് അഖിലേന്ത്യാ ലീഗ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് കൂട്ടുകെട്ടാണ്. അങ്ങനെയാണ് അന്ന് മത്സരിച്ചത്. 2000 ഞാൻ സ്വന്തം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കാൻ വേണ്ടി 3 ദിവസം നുമായി പഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ പ്രചരണം നടത്തി. 3ാമത്തെ ദിവസം രാഷ്ട്രീയ ഭിന്നത കൊണ്ട് അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി KK ബഷീർ ഈ സീറ്റിൽ യൂസുഫ് ഖാൻ തന്നിട്ട് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരോട് ആവശ്യപ്പെട്ടാലും അഡ്വക്കേറ്റ് ആസഫലി രാത്രി 2:30 മണിക്ക് എന്നോട് വിളിച്ചിട്ട് നിങ്ങളാണ് പിന്മാറണം. ഞാൻ മാറില്ല എന്ന് പറഞ്ഞു. ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന സമയത്ത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സമദ്, അതായത് അബ്ദുൽ സമദ്, അന്ന് സമദ് എന്നോട് പറഞ്ഞ് നിങ്ങൾ നാഷണൽ ലീഗിൻ്റെ പിന്തുണ നിങ്ങൾക്ക് തന്നു. ആയിക്കോട്ടെ എന്ന് പറയാം. ആൾ മത്സരിക്കും, ആരും പിന്തുണ ഒന്നും എടുക്കൂലേ. എല്ലാണ്ട് കൈക്കൂലി മടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് എനിക്ക് അവാർഡ് വരെ നാട്ടുകാർ വന്നിന് അഴിമതി ഇല്ലാത്ത ഭരണം ഞാൻ നടത്തിയുണ്ട്. കഴിഞ്ഞ 3-5-6 മാസം മുമ്പ് 10,000 രൂപ അവാർഡ് എനിക്ക് തന്നത്. ന്യൂമാജ് പഞ്ചായത്തിൽ 2 പ്രാവശ്യം മെമ്പറായിട്ട് ഒരു ചായ വരെ ഞാൻ കുടിച്ചിട്ടില്ല. അത് നാട്ടുകാർക്ക് പൊതുജനങ്ങൾ അന്വേഷിച്ചാൽ പറഞ്ഞു തരും. മാർക്സിസ്റ്റുകാരുടെ പ്രവർത്തകന്മാർ അടക്കം എന്നെ സമ്മതിക്കുന്ന എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചിലവാക്കിയിട്ട് വീട്ടിന് എത്തി വന്ന ആളാണ് പഞ്ചായത്ത് മെമ്പറാൻ. ഒരാളോട് ഇന്ന് വരെ ന്യായ പൈസ പഠിക്കാണ്ട് ഞാൻ ജീവിക്കുന്നത്. എന്ത് പ്രവർത്തനത്തിനും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ ചിലവാക്കുള്ളൂ. അതുകൊടുത്ത ദേശവാസികൾ മുഴുവനും അറിയാം. അത് അന്വേഷിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും. ശരി, ഞാൻ ഒരു സെക്കൻഡ്. NV ബാലകൃഷ്ണൻ നിരീക്ഷകനോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ റജി ഒന്ന് വരാമേ. NV ബാലകൃഷ്ണൻ, ഇപ്പം CPIM-നെ സംബന്ധിച്ച് കണ്ണൂരിലേക്കും ഉത്തര കേരളത്തിലേക്കും പോയാൽ കൊലപാതകങ്ങളുടെയും അതിൽ പ്രതികളാക്കപ്പെട്ടതിൻ്റെയും വലിയ ചരിത്രമുണ്ട്. നിഗൂഢമായ രഹസ്യങ്ങൾ നേതാക്കളിലേക്ക് പോകാതിരിക്കാൻ കാത്തുസൂക്ഷിക്കുന്നു ആ പാർട്ടി എന്ന ആ പാർട്ടിയെക്കുറിച്ച് എത്രയോ കാലമായ സജീവമായ ആരോപണമുണ്ട്. അപ്പോഴാണിതാ സ്വന്തം കോമ്രേഡിനെ കൊന്നുതള്ളി എന്ന ആരോപണം അദ്ദേഹത്തിൻ്റെ കൊല്ലപ്പെട്ടയാളുടെ പിതാവ് തന്നെയും ഉന്നയിക്കുന്നത്. CPM-ന് മുമ്പിൽ വളരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നായിട്ട് ഇതിനെ കാണാമോ, അതോ ഇത് കേവലാക്ഷേപമായി തള്ളണം എന്നാണോ? ഞാൻ തുടക്കത്തിൽ ഒരു പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടില്ല. എനിക്ക് മറ്റൊരു ചാനൽ ചർച്ചയിനിടയിൽ ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല. അത് ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ വിവരങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. റജി ലൂക്കോസ് അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് വെച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, ഈ സലീമിൻ്റെ പിതാവ് വളരെ വൈകാരികമായിട്ട് ഈ പ്രശ്നത്തെ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വൈകാരികതയുടെ അംശത്തെയൊക്കെ നമ്മൾ അതിന് കഴുകിക്കളഞ്ഞിട്ട് അതിനടിയിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുക, എന്താണ് നമ്മൾ പരിഗണിക്കേണ്ടത്, എന്താണ് അന്വേഷിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തള്ളിക്കളയേണ്ടതാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ ഫോൺ കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളത്. വളരെ ഗൗരവമായ പ്രശ്നമാണ്. ഒരു കൊലപാതകം തെളിയിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമുള്ളത് ആ ഫോണാണ്. ആ ഫോൺ കണ്ടെത്തുക ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കേസല്ല. ഒരാൾ പോകുന്ന പോയി കൊല ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ വേറെ എവിടെയും സ്ഥലത്തു നിന്ന് കണ്ടെടുക്കേണ്ട ഒരു സാധനമല്ല. അത് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്നത് വലിയ സംശയം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഒരു കൊലപാതകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാളുടെ ഡെത്ത് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അത് കോടതി രേഖകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഡെത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞ വിവരത്തെ ഞാൻ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. പിന്നെ ആളുകൾ വന്നു നോക്കി എന്നൊക്കെ പലതരത്തിൽ ആളുകൾ വന്നു നോക്കിയിട്ടുണ്ടാവും. അദ്ദേഹം തെറ്റിദ്ധരിച്ചായിരിക്കാം, അല്ലെങ്കിൽ ശരിയായിരിക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആകെ എഴുതി തള്ളേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടാണ്, അതൊക്കെ 100% ശരിയാണ് എന്ന് പറയാവുന്ന വിവരങ്ങളും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഒരു പിതാവ് വളരെ വികാരപരമായി ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
ഇനി നമ്മൾ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ, ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതിന് മാത്രം സമയം എനിക്കുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക അതൊരു പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പാട്യം ഗോപാലിൻ്റെ ഒക്കെ കാലത്തെ CPIM, കണ്ണൂരിലെ CPIM എന്ന് പറയുന്നത് താരതമ്യേന സമാധാനപരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നീട് പിന്നെ MV രാഘവൻ്റെ വരവ്, അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ, പിണറായി വിജയൻ്റെ വരവ്, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു കാലത്തിലാണ് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റം വരുന്നത്. അതായത് ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രദേശങ്ങളെ കൈയടക്കുക, അതായത് പാർട്ടി ഗ്രാമങ്ങൾ സ്ഥാപിക്കുക. പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന അനുമതി ഇല്ലാത്ത മേഖലകൾ ഉണ്ടാക്കുക. ഈ നിലയിലേക്കൊക്കെ രാഷ്ട്രീയം അറിയാം. അത് CPM മാത്രം ചെയ്തതാണെന്നൊന്നും പറയാൻ പറ്റില്ല. CPM രൂപപ്പെടുന്നതിന് മുമ്പ് കോൺഗ്രസ് ഇത്തരത്തിൽ അവരുടെ പ്രദേശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സംഘപരിവാറും ഇതേ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതായത് രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം ഇല്ലാതായി അത് ഒരു തരത്തിലുള്ള ഈ തരത്തിലുള്ള ആധിപത്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളായി തീരുന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ CPM-ൻ്റെ ആ കണ്ണൂർ ജില്ലയിലെ സംഘർഷത്തിൻ്റെ തുടക്കകാലത്ത് RSS മാർക്സിസ്റ്റ് സംഘടനകളുടെ ഒരു തുടർച്ചയുണ്ട്. അത് മംഗലാപുരം ദിനേശ് ബീഡിയും ഗണേഷ് ബീഡിയും അതിനെതിരായി നടത്തുന്ന സമരങ്ങളും തുടർന്ന് AKGയുടെ ഒക്കെ നേതൃത്വത്തിൽ കേരള ദിനേശ് ബീഡി ഉണ്ടാവുന്നതും ദിനേശ് ബീഡിയുടെ വർക്ക്ഷെഡുകൾ ആക്രമിക്കപ്പെടുന്നതും അതിനെ ചെറുക്കുന്നതും ഒക്കെ ആയിട്ട്, അതായത് വളരെ പോസിറ്റീവായി തന്നെ നമുക്ക് കാണാവുന്ന ഒരു സംഘർഷത്തിൻ്റെ തലം ഇതിൻ്റെ ആദ്യ തലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പിന്നീട് കാണുന്നത് ഒരു 2000-ന് ശേഷം, അതായത് പിന്നെ ഗ്ലോബലൈസേഷൻ്റെ ഒരു 2ാം ദശാബ്ദം ആരംഭിക്കുന്ന കാലം മുതൽക്ക് കണ്ണൂരിലെ ഈ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ സംഘർഷങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് പാർട്ടി പ്രവർത്തകന്മാരാണ്, പാർട്ടിയുടെ സജീവ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് ധരിച്ചിട്ടെന്ന് ഞാനിപ്പോൾ കരുതുന്നുള്ളൂ. ധരിച്ചിട്ട് പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സമരങ്ങളുടെ അല്ലെങ്കിൽ വലിയ കായികമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത്തരം സംഘർഷങ്ങൾ ഒരു ഘട്ടം വരെയൊക്കെ നടക്കുന്നത്. പക്ഷെ പിന്നീട് അതിൻ്റെ സ്വഭാവങ്ങളിൽ വലിയ മാറ്റം വരികയാണ്. പാർട്ടി പ്രവർത്തകന്മാരായിട്ടുള്ള വിപ്ലവകരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, സ്വന്തം ജീവനെ പോലും പരിഗണിക്കാതെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന ആളുകൾ, അവർക്ക് കുറേയെല്ലാം കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ കുറേ മനസ്സിലാക്കുകയും അവർ പടിപടിയായി ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. ആ കാലത്താണ് കൊട്ടേഷൻ സംഘങ്ങൾ ഇത്തരം ചുമതലകൾ ഏറ്റെടുക്കുന്നത്. കൊട്ടേഷൻ സംഘങ്ങൾ വരുമ്പോൾ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്, ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ ഉടമകളുണ്ട്. അങ്ങനെയുള്ള തരത്തിലൊക്കെയുള്ള പല തരത്തിലുള്ള ഉൾപ്പിരിവുകൾ ഈ സംഘർഷത്തിനകത്ത് രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ രൂപപ്പെട്ടതിന് ശേഷം ഉണ്ടായി, ഇപ്പം നമ്മളിപ്പോൾ ഫസൽ വധം തന്നെ പരിശോധിച്ചാൽ, ഫസൽ വധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എന്താ പ്രശ്നം? ഫസൽ വധം എന്ന് പറയുന്നത് പിന്നെ RSSകാർ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന രക്തപുരണ്ട തുണി കൊണ്ടിട്ട പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൻ്റെ സമയത്ത് മാഷാല്ല സ്റ്റിക്കർ ഒട്ടിച്ച പ്രശ്നമുണ്ട്. ഇതുപോലെ യഥാർത്ഥത്തിലുള്ള കൊലയാളികളെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളും അതിൽ വലിയൊരളവിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഏതാണ്ട് ഒരു 2010 വരെയുള്ള കാലത്തൊക്കെ ഇത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരൊന്നും പിന്നെ യഥാർത്ഥ പ്രതികളായിരുന്നില്ല എന്നുള്ള പ്രശ്നം പിന്നീട് പലപ്പോഴായി പുറത്തു വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പയ്യോളി മനോജ് വധക്കേസിലെ പ്രതികൾ ഞങ്ങളല്ല, ഇത് ഈ യഥാർത്ഥത്തിലെ പ്രതികൾ, ഞങ്ങളെ പാർട്ടി ബലിയാടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് കോടതി മുമ്പാകെ അവർ മൊഴി കൊടുക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടി പ്രവർത്തകന്മാരാണ്, പാർട്ടി പ്രവർത്തകന്മാർ മൊഴി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലയിലേക്കുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഫസൽ വധത്തിൻ്റെ പ്രശ്നങ്ങളിൽ പിന്നീട് എന്താണ് CBI ഇപ്പോൾ പറയുന്നത് എന്താണ്? NDF-ഉം RSS-ഉം തമ്മിലൊരു സംഘർഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഫസൽ വധം എന്ന് പറയുന്നത്. അതിന്റെ വിചാരണയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? ഈ നരത്തിൽ വന്ന് ഏറ്റവും അവസാനം അത് സ്വർണം പൊട്ടിക്കലും കൊട്ടേഷൻ സംഘങ്ങളും പരസ്പരമായി ഈ നിലയിലേക്ക് കണ്ണൂർ ജില്ലയിൽ ഇപ്പം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള സംഘർഷങ്ങളെ ജനങ്ങൾ ടോളറേറ്റ് ചെയ്യുന്നില്ല. ഒരു കാലത്ത് നിങ്ങൾ ഈ കണ്ണൂർ ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് വന്ന് അവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരോട് സംസാരിച്ചാൽ നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അപസർപ്പക
കഥകളെ വെല്ലുന്ന രൂപത്തിലുള്ള സംഭവങ്ങളുടെ ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഫസൽ വധത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞതുപോലെ 100 കഥകൾ ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അതിൽ പലതും സത്യമാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് ഒരു പ്രതികരണവും നടത്താൻ പറ്റാത്ത അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇങ്ങനെ കൊന്നതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയും ഒക്കെ കഥകളുണ്ട്. അതൊന്നും പക്ഷെ ഒരു കാലം വരെ CPIM-ന്റെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ബലം കൊണ്ട് അതിനെ എതിർത്ത് സംസാരിക്കുന്നതിന് വേണ്ടി കഴിയുന്ന ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ സ്ഥിതി മാറുകയാണ്. ഇപ്പോൾ ആ സ്ഥിതി ഒരുപക്ഷെ ഈ ഫസലിന്റെ ഈ പറയുന്ന ഇയാൾ UK സലീമിന്റെ പിതാവ് പോലും ഇപ്പോൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് കാലം മാറിയുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. CPIM എത്രയോ കാലമായി ഇരുമ്പ് മറക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിക്കാൻ മനുഷ്യർക്ക് അവസരം കിട്ടിയ അല്ലെങ്കിൽ സാഹചര്യം രൂപപ്പെടുന്നു, അങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നതിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് കൂടി ഇതിനെ കാണാം എന്നൊരു അഭിപ്രായം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. റെജി ലൂക്കോസ്, ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് CPIM-ന്റെ നേതാക്കൾ അറിയാതെ, CPIM-ന്റെ നേതൃത്വം അറിയാതെ CPIM-നാൽ ആരും കൊല്ലപ്പെടുന്നില്ല എന്ന ആരോപണം അവിടെ ഉണ്ടല്ലോ. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ RSS-കാരെ ഇനി കൊല്ലാൻ പാടില്ല, RSS-കാർ തിരിച്ചും കൊല്ലില്ല എന്നൊരു ധാരണ നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കി. നേതാക്കൾ ധാരണ ഉണ്ടാക്കിയതോടെ താഴെത്തട്ടിലോടെ അടക്കമുള്ള എല്ലാ കൊലപാതകവും നിന്നു. എന്ന് വെച്ചാൽ നേതൃത്വം തീരുമാനിച്ചാൽ മതി, നേതൃത്വം അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ അവിടെ നേതൃത്വം സംരക്ഷിക്കപ്പെടുക, നേതൃത്വത്തിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെടുക എന്നതും സ്വാഭാവികമായി അതിൻ്റെ കൂടെ വരുന്നല്ലോ. അവിടെയാണ് ഈ കാര്യത്തിൽ നോക്കൂ, മനോജ് വധക്കേസിൽ ഞങ്ങളല്ല പ്രതികൾ, പാർട്ടി ഞങ്ങളെ ഇട്ടുകൊടുത്തതാണ് എന്ന് കോടതിയിൽ പറയാൻ ആളുകൾ തയ്യാറായിരിക്കുന്നു. എൻ്റെ മകനെ കൊന്നത് CPM-കാർ തന്നെയാണ്, അന്ന് ബോധ്യപ്പെട്ടത് ഞാൻ ഇന്ന് പറയുന്നു എന്ന് പറയാൻ പിതാക്കന്മാർ രംഗത്ത് വരുന്നു. സാഹചര്യം മാറുമ്പോൾ പഴയത് പലതും പറയാൻ അറച്ചുന്നവർ, ഭയപ്പെട്ടവർ ഇപ്പോൾ പറയുന്നു. ഇങ്ങനെ കണ്ടുകൂടെ കേരളത്തിന് ഇതിനെ? അല്ല, അങ്ങനെ നിങ്ങൾ കണ്ടോളൂ. അതിനോട് മറുപടി ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ ആദരവോടുകൂടിയാണ് ആ പിതാവിനോട് ഞാൻ സംസാരിച്ചു തുടങ്ങി. ഇപ്പോഴും ആദരവ് നിർത്തിക്കൊണ്ട് ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് വിട്ട് പോയിട്ടില്ല. താൻ എന്നും കോൺഗ്രസ് പ്രവർത്തനമാണെന്ന് പറഞ്ഞു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടി CPM-കാരനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകൻ സലിം മരണമടയുമ്പോൾ നിർഭാഗ്യവശാൽ അന്നത്തെ തീവ്രവാദ ഗ്രൂപ്പായ NDF പിന്നെ അത് നിരോധിക്കപ്പെട്ട PDF ആയി മാറി. അവരുടെ പ്രവർത്തനങ്ങളാൽ CPM പ്രവർത്തകനായിരുന്ന സലീമിനെ വെട്ടിക്കൊല്ലുമ്പോൾ അദ്ദേഹം CPM-ന്റെ പ്രവർത്തകരായിരുന്നു. അത് അവിടെ CPM-ന്റെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മുസ്ലിം ലീഗിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇടക്കാലത്ത് കുറച്ച് നാൾ അതിന്റെ പ്രസക്തി എവിടെയാണ് റജി? ആ സമയത്തും താൻ ഇതിനെക്കുറിച്ച് ലോക്കൽ എൻക്വയറി നടത്തുകയും ഇത് CPM-കാർ ചെയ്തതാണെന്ന് സംശയം ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മകന്റെ ഫോൺ എവിടെയെന്ന് പ്രാദേശിക CPM നേതാക്കളോട് ചോദിക്കുകയും അവർ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല എന്ന മട്ടിൽ സംസാരിക്കുകയും ചെയ്ത കാര്യം അന്നേ പറയുകയാണ്. അന്നേ ഉണ്ട് ഈ പ്രശ്നം. രണ്ടാമത്തെ എന്താണ്? യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുന്നേ തന്നെ അദ്ദേഹം എവിടെ പോയിട്ടുണ്ട്? ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. ശരിയാമട്ടമുള്ള പ്രതികളെ അന്വേഷിക്കാൻ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. തുടക്കത്തിലെ ബോധ്യപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അന്ന് തന്നെ പിടിക്കപ്പെട്ട ആളുകൾ യഥാർത്ഥ പ്രതികളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. CPM-കാരാണ് പ്രതികളെന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള നിലപാടിനകത്തൊരു മാറ്റം വന്നു എന്ന് ആരോപിക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? അദ്ദേഹം ഇനിയിപ്പോൾ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണം അതുകൊണ്ട് ഇല്ലാതാകുമോ? അല്ലത് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ആ പിതാവ് ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ രണ്ടാമത് ഇവിടെ മറുപടി പറഞ്ഞുള്ളൂ. അദ്ദേഹം ഈ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് പറയുന്നത് ഈ പറയുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജയരാജോ അല്ലെങ്കിൽ MP ജയരാജനോ അല്ലെങ്കിൽ ഈ ചർച്ച പടുക്കുന്നത് ഞാനോ അല്ല ഇത് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഈ വിഷയം കേരളം കേട്ടത് നിങ്ങളുടെ മീഡിയയിൽ, നിങ്ങളുടെ മീഡിയ വണ്ടിൻ്റെ റിപ്പോർട്ടർ ഇന്ന് അദ്ദേഹം നടത്തിയ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ആദ്യം പറയുന്നത് ഞാൻ ഈ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അത് ഞാൻ ചർച്ചയുടെ ആദ്യഘട്ടം പറഞ്ഞു. അതിന് മറുപടിയായിട്ടാണ് ബഹുമാനപ്പെട്ട MP ജയരാജൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹം രക്തസാക്ഷി ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകനായിരുന്നു പറഞ്ഞു. ഇത് ഞാൻ എഴുതുന്നത് അന്തരീക്ഷത്തിൽ കൊണ്ടൊന്നുമല്ല. MP ജയരാജൻ പറഞ്ഞതിനെ ഈ ബഹുമാനപ്പെട്ട പിതാവ് സലിമിൻ്റെ പിതാവ് നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഞാനെങ്ങനെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ വളരെ സിമ്പിളായിട്ട്. അദ്ദേഹം തന്നെ ഈ ചർച്ചയെ പറഞ്ഞു, നിങ്ങളുടെ മാധ്യമത്തിനോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നാളായിട്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാത്ത, ഒരു മാധ്യമത്തിനോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിലും പറഞ്ഞു. ബാലകൃഷ്ണ സാറെ കേട്ടെന്ന് എനിക്കറിയത്തില്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ പിന്നീട് അദ്ദേഹം ഈ നിങ്ങളുടെ ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മുടെ ചർച്ചയിലും അദ്ദേഹം പറഞ്ഞത് എന്താ,
ഞാനത് പൊതുവേദിയിലൊന്നും പറഞ്ഞില്ല. കോടതിയിൽ വരുമ്പോഴത്തേക്ക്, ട്രയലിന് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ പറയാനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു പറഞ്ഞു. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ ഹൈക്കോടതിയിൽ പോയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് തൻ്റെ മകനെ കൊന്നത് CPM-കാരാണെന്ന് കാശ് വാങ്ങിച്ചിട്ടാണെങ്കിൽ പോലും അദ്ദേഹം അതിനെക്കുറിച്ച് അത് പറഞ്ഞില്ല. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറയാറുണ്ട്. 5 വർഷം ഈ കൊല നടത്തിയതിനു ശേഷം 5 വർഷക്കാലം കേരളം ഭരിച്ചതാരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി, UDF ആണ് കേരളം ഭരിച്ചത്. ആ ചോദ്യമൊക്കെ ചോദിക്കാം. എന്തുകൊണ്ട് അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞില്ല എന്ന് വേണമെങ്കിൽ സാങ്കേതികത കൂടെ താങ്കൾക്ക് ചോദിക്കാം. പക്ഷേ റജി എന്ന ചോദ്യം അവിടെ കിടക്കാണ്. അല്ല, ചോദ്യം ചോദിച്ചോളൂ. ആ ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യം ഞാൻ കളഞ്ഞില്ല, അവിടെ നിൽക്കുന്നു. പക്ഷെ അദ്ദേഹം പറയുന്ന മകന്റെ ഫോൺ പോലും കണ്ടെടുക്കാത്ത അന്വേഷണത്തിന്റെ വിശ്വാസ്യത അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു ഇതിൽ പ്രശ്നമുണ്ട് എന്ന്. എന്റെ മകനെ എന്തുകൊണ്ട് പ്രോപ്പറായി ആശുപത്രിയിൽ കൊണ്ടുപോയില്ല? CPM-മാർ എടുത്തുപോയി അപ്പുറത്തെ കടയിൽ അദ്ദേഹത്തെ അരമണിക്കൂർ ഇരുത്തി. ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെയാണ്? അല്ലെങ്കിൽ എവിടെയാണ് മരണം, എങ്ങനെയാണ് സംഭവിച്ചതിനെ കുറിച്ചുള്ള ആശുപത്രി രേഖ എവിടെ? എൻ്റെ മകന്റെ ഫോൺ അവസാനം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് ആരാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഫോൺ എവിടെ? അത് CPM-മാർ ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്നടക്കമുള്ള ആക്ഷേപത്തിന് പോലീസിന്റെ മറുപടി എവിടെ ഫോൺ? ഈ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം. ബാക്കി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സാഹചര്യവശാൽ ചോദിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മറ്റേത് ടു ടെക്നിക്കലാണ്. അതിന്റെ ആൻസർ എവിടെ? ഇല്ല, അല്ല, അത് എങ്ങനെയാണ് ഇപ്പോൾ ആരോപിക്കാൻ വേണ്ടി പറയുന്നത്? എന്തൊരു വിചിത്രമാണ്. നിഷാദിന് തന്നെ അറിയാം, നിഷാദിന് ചർച്ച കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത്. നിഷാദെ ഫോൺ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വിചിത്രവാദം നിഷേധനറിയാം. അദ്ദേഹം പറഞ്ഞ മരണ സർട്ടിഫിക്കറ്റ് എവിടെ? മരണ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ആത്യന്തികമായ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എവിടുന്നാ? മരണം അറിയിക്കേണ്ട പഞ്ചായത്തിലാണ്. ഇനി ഹോസ്പിറ്റലുകാർ അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാൻ ഏതൊരു ഇന്ത്യൻ പൗരന് അവകാശമില്ല. ഈ ക്ഷമിക്കും, ഞാൻ എനിക്ക് അധികം സമയമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ഈ കേരളത്തിലും ഈ ഭൂമിയിലും നിയമപരമായിട്ട് ജീവിക്കുന്നതാണല്ലേ. ഈ 12 വർഷം കാത്തിരത്തിലാണോ ഈ കാര്യം പറയുന്നത്? അല്ല, ഫോണിന്റെ കാര്യത്തിൽ അദ്ദേഹം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ കാര്യത്തിൽ അദ്ദേഹം വേറെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് റജി. ഒരു സെക്കൻഡ് അല്ല, റജിയുടെ പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്. സലീമിന്റെ പിതാവിന് എന്താണ് ഈ റജിയുടെ പോയിന്റിനോട് ആഡ് ചെയ്യാനുള്ളത് കേൾക്കാം. അല്ലെ, എന്താണ് യൂസഫിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് സാർ. ഇവരിപ്പോ പറയുന്നത് പറഞ്ഞാല് അന്ന് തന്നെ ഞാൻ സംശയം കൊണ്ട് ഇത്രയധികം എല്ലാ ഡിപ്പാർട്ട്മെന്റ് അന്ന് ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതാണ് അന്നത്തെ മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിക്കോ അറിഞ്ഞു കൊടുത്തത്. അത് മാത്രമല്ല, ഇവരിപ്പം പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ് പരാതി കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് മരിച്ചില്ല എന്ന് പറഞ്ഞാല് കോപ്പറേറ്റ് ബാങ്കിന് പരാതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോ പറഞ്ഞില്ല പണം മേടിച്ച് പണം ഇല്ലാണ്ട് ഞാൻ എങ്ങനെ കേസ് നടത്തും? പണം മേടിച്ചത് പണത്തിന്റെ കാര്യം വിട്ടാൽ ഇത് ചോദ്യമാണ് റജി, ഇത് ചോദ്യമാണ്. ഈ പറയുന്ന കാര്യത്തിലെല്ലാം സമയബന്ധിതമായി ഞാൻ പൈസയിലാണ് ഇങ്ങനെ കോഴ്സ് നടത്തുക. എനിക്ക് ആ ബഹുമാനപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ. നിൽക്കൂ, ഇത്രയ്ക്കും കാര്യങ്ങള് അല്ല, ദയവായിട്ട് ഞാനെന്ന് പറയാനുള്ളത് അനുവദിക്കാൻ അദ്ദേഹത്തിനോട്. ഞാൻ പറഞ്ഞത് ഞാൻ വീടും വരുമ്പോ നിങ്ങൾക്ക് പണം തരാം. നിങ്ങളെ മോനെ കൊല്ലാൻ എനിക്ക് സമ്മതിക്കുക? പണത്തിന് വേണ്ടി ഏതൊരു മകനെ കൊല്ലാൻ സമ്മതിക്കുക? എന്താ സംസാരിക്കുന്നത്? അങ്ങയുടെ മകനാ മരിച്ചത്, കൊല്ലപ്പെട്ടത് അങ്ങയുടെ മകനാ. അങ്ങയുടെ മകന് വേണ്ടി പിരിച്ച കാശ്, പ്രതികൾ പിരിച്ച കാശ് അങ്ങനെ പറയുന്നത്. ആ കാശ് അതെ, കാശ് മേടിക്കൊക്കെ കാശ് കൊടുത്ത് കേസ് നടത്താൻ വേണ്ടി പിന്നെ ഞാൻ പൈസ പത്രം വെക്കുന്ന ഇറക്കിടുന്ന പൈസ പത്രം കേസ് നടത്താൻ വേണ്ടി കൊലയപ്പെട്ട മകന്റെ കൊലയാളികളോട് കാശ് വായിക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ? അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടവര് യുക്തിസഹിതമായി പഠിപ്പിക്കണമായിരുന്നു. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കൊന്നിട്ട് തെളിയിക്കാൻ പണം ഇല്ലെങ്കിൽ ആ പണം ഞാൻ വേറെ ഇറക്കാൻ വേണ്ടി ആ പണം നിങ്ങളോട് തന്നെ പണം എടുത്തില്ല കേസ് നടത്തണ്ടേ? ശരി, അദ്ദേഹത്തിന്റെ വാദം. ഞാൻ ഈ പണം വാങ്ങിച്ചതിലെ ധാർമ്മികത ചർച്ച ചെയ്യുന്നതിനേക്കാൾ അപ്പുറം സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അല്ല, എന്റെ ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള മറുപടി അങ്ങ് കേട്ടില്ല. എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. വേഗം പൂർത്തിയാക്കി. ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, ഇനി അദ്ദേഹത്തിന് ആ കാര്യത്തിൽ എന്തെങ്കിലും, അദ്ദേഹം ഒരു പൊതുപ്രവർത്തനാണെന്ന് പഞ്ചായത്ത് മെമ്പറാണെന്ന് കൂടെ പറഞ്ഞു. അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ. 2008
പ്രിയപ്പെട്ട സഖാവ് സലീമൻ കൊല ചെയ്യപ്പെടുമ്പോൾ അന്ന് കേരളം ഭരിച്ചിരിക്കുന്നത് UDF അല്ല. 2009 മുതൽ ഈ കേരളം ഭരിക്കുന്നത് UDF ആണ് ഭരിക്കുന്നത് 2014 വരെ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്ന് TP ചന്ദ്രശേഖരൻ വധമാണ്, അതും 2012 നടന്നു. ഏതെല്ലാം രീതിയിലുള്ള രാഷ്ട്രീയ വേട്ടയാടലിലൂടെ നടന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിതാവിന് നിങ്ങളുടെ കക്ഷി, അങ്ങ് വിശ്വസിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ കൊണ്ട് ഇതിനെക്കുറിച്ച് പരാതി കൊടുത്ത് ഈ കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നോ? ഇത് രണ്ടാമത്തെ കാര്യം, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കും? ഇതിനകത്ത് LDF അല്ലാത്ത സർക്കാരും പിന്നെ ഭരിച്ചില്ലേ എന്നാണ് റെജി ചോദിക്കുന്നത്. ഷിബു, നിഷാദ്, നമുക്ക് പൊളിറ്റിക്സിന്റെ ബാലപാഠം അറിയില്ലേ? 2006 മുതൽ 2014 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും, ഞാൻ പറയട്ടെ റെജി ലൂക്കോസ് മിണ്ടാതിരിക്കുക, ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ഇവിടെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ഇതറിയാനാണോ റെജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? കേരളത്തിൽ എപ്പോഴാണ് 2009 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? ഞാൻ പറയട്ടെ, എന്റെ സമയം റെജി ലൂക്കോസ്, എന്റെ സമയമാണ്. താങ്കൾ മിണ്ടാതിരിക്കൂ. ബഹളാക്കണ്ട. ഷിബുവിന്റെ അവസരം. ഓക്കെ ഷിബു പറയട്ടെ. സമയം എനിക്ക് തരണം റെജി ലൂക്കോസ്, താങ്കൾ മാന്യത കാണിക്കൂ. ഈ പുട്ടിന് പീരയിടും പോലെ ആദരണീയനായ പിതാവ് എന്ന് പറയാ. എന്നിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കൊടുത്ത പൈസയുടെ കണക്കല്ലേ നിങ്ങൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഒരു അന്വേഷണം നടത്തിയെന്ന് ആ ഫോൺ പോലും നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിന് സംശയം വരുന്നു. അത് തുറന്നു പറഞ്ഞാൽ പൈസയുടെ കണക്ക് പറയുന്ന ഏർപ്പാട് കൊലപ്പെടുത്തിയിട്ട് പണം കൊടുത്തതിന്റെ കണക്ക് വിളിച്ചു പറയുന്നു. ഒന്ന്, ഈ കൊലപാതകം നടക്കുമ്പോ എന്റെ റെജി ലൂക്കോസെ കുറച്ച് മര്യാദ കാണിക്കുക. താങ്കൾ ഇവിടുന്ന് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ. കുറച്ച് മര്യാദ കാണിക്കുന്നത്. ഞാൻ പറയട്ടെ, എന്റെ സമയമല്ലേ? താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്നില്ലേ? താങ്കൾ എവിടുന്ന ഈ മര്യാദ പിടിച്ചു? മിണ്ടാതിരി, പറയട്ടെ. ഞാൻ പറയട്ടെ, ഈ കേസ്, ഈ ഫോൺ ഇപ്പൊ ഒരു പച്ചക്കള്ളത്തം പറഞ്ഞ പൊളിഞ്ഞില്ലേ? UDF കാലത്ത് എങ്ങനെയാണ് നിഷാദ്? 2008 കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. ആ ഫോൺ എവിടെ? ഒരു ക്രൈം സൈറ്റിലേക്ക് ഈ കക്ഷി എങ്ങനെ വന്നു? അവസാനമായി അദ്ദേഹത്തോട് സംസാരിച്ചതാര്? എങ്ങനെയാണ് ഈ കൊല്ലപ്പെടാനിടയായ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത്? ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു ഫോൺ, അതിൽ നടന്ന കമ്മ്യൂണിക്കേഷൻ, ഇത് പ്രസക്തല്ലേ? അത് ഇനിയും എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്നാ പിതാവ് ചോദിച്ചാൽ നിങ്ങൾ ഈ രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അതിന് മറുപടി കൊടുക്കണ്ടേ? ആ ചോദ്യമല്ല അദ്ദേഹം ചോദിക്കുന്നത്. അത് ചോദിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലേ? എങ്ങനെ അദ്ദേഹത്തിന്റെ അവകാശം റദ്ദായി പോകുന്നു? നിങ്ങൾ ഇതുവരെ ആ ചർച്ചയിൽ അതിന് മറുപടി പറഞ്ഞോ? നിങ്ങൾ ആ ഫോൺ എവിടെ? കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് ആ കേസ് 3 കൊല്ലം കേരളത്തിൽ അന്വേഷിച്ചു. മരണപ്പെടുമ്പോ ശരീരത്തിലൊരു അവയവം കണക്ക് സലീമിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എവിടെ എന്ന പിതാവ് ചോദിച്ചാൽ അതിന് മാന്യമായ മറുപടി കൊടുക്കുക. പിന്നെ റെജി ലൂക്കോസ്, ഈ കൊടുത്ത പൈസയുടെ കണക്ക് കൊടുക്കും വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? നിങ്ങൾ ഇങ്ങനെ കൊല്ലിച്ചവരാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ നിൽക്കാതെ, ഇത് മാത്രമൊന്നുമല്ല. ഇപ്പൊ ഇവര് കൊണ്ടാടിയ ഒരു രക്തസാക്ഷിത്വണ്ടല്ലോ, ഇവർ കൊണ്ടു നടന്ന ആളാണല്ലേ കുഞ്ഞനന്ദൻ. TP അതിലെ കൂട്ടുപ്രതികൾ ജയിലിൽ നിലത്തിട്ട് ചവിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ വലിയ അളവോളം പീഡിപ്പിച്ചിട്ടുണ്ട് ഈ കൂട്ടുപ്രതികൾ. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ പോലും ഈ ദുരൂഹത സംശയം. എന്തിനാ കൂട്ടുപ്രതികൾ ഇടിച്ചെന്നറിയോ? നിലത്തിട്ട് ചവിട്ടിയെന്നറിയോ നിഷാദിന്? ഞങ്ങൾ പ്രതികളാവില്ല, ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞനന്ദ നീ ഞങ്ങളെ കൊണ്ടുവരും ചെയ്യിച്ചത്. ഞങ്ങളിപ്പോ ജയിലിൽ കിടക്കാണെന്ന് പറഞ്ഞ് കൂട്ടുപ്രതിയായ കുഞ്ഞനന്ദനെ ജയിലിലിട്ട് ചവിട്ടി കൂട്ടുമായിരുന്നു ഈ കൊടിച്ചുനിയും കിർമാണി മനോജൊക്കെ. അറിയോ റെജി ലൂക്കോസിന്? നിങ്ങൾ കൊന്നവരാണ്, കൊല്ലിച്ചവരാണ്, തെളിവ് നശിപ്പിക്കാൻ പിന്നെയും കൊല്ലുന്നവരാണ്, അധോലോക തങ്കാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത് നോക്കൂ. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൂരിലും ഉത്തര കേരളത്തിൽ ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വലിയൊരു കൊലയുടെയും അതിനെല്ലാം പാർട്ടി തീരുമാനിക്കുന്ന ആളുകൾ മാത്രം പ്രതികളാക്കപ്പെടുകയും ഉന്നതരിലേക്ക് ഒരു കാലത്തും പോകാതിരിക്കുകയും ഒരു കാലത്തും പാർട്ടി അങ്ങനെ ഗുരുതരമാവിധം പ്രതിസ്ഥാനത്ത് വരാതിരിക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഇപ്പോൾ തിരിഞ്ഞു സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വലിയ തോതിലുള്ള റെവലേഷൻസിൻ്റെ തിരിച്ചടികളുടെ ഒരു കാലം തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയാൻ കഴിയുന്ന സാഹചര്യം പല സംഭവങ്ങളാൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാമോ? എന്നോടാണോ നിഷാദ്? യെസ് ഞാൻ ചോദിക്കുന്നത് ശ്രീ ബാലകൃഷ്ണനോട്. ആ കാര്യത്തിലേക്ക് ഞാൻ എൻ്റെ മറുപടി പറയാം. അതിനിടയിൽ ഹലോ ഒന്ന് പറഞ്ഞോട്ടെ. യെസ് ഹലോ, എനിക്ക് കിട്ടിയ ഒരു അവസരമാണെന്ന് കരുതുന്നു, ഞാൻ പറയുകയാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു പൊതുവേദിയിൽ നടക്കുന്ന ചർച്ച എന്ന നിലയിൽ
അതിൻ്റെ വസ്തുതകൾ കൂടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ പിതാവ് പറയുന്ന കാര്യങ്ങൾ 100% മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംസാരിക്കാത്തതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ വലിയ അളവിൽ വൈകാരികത കൂടിച്ചേരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഒഴിവാക്കി കളയാം. അത് ഒഴിവാക്കി കളഞ്ഞാലും പ്രശ്നമുണ്ട്. ഇപ്പം റെജി ലൂക്കോസ് ഒരു രക്തസാക്ഷി ഫണ്ട് കൊടുത്തതിൻ്റെ മുകളിൽ കയറി പിടിച്ചിട്ട് മറ്റ് കാര്യങ്ങളെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് അത് ഒരു 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 മനുഷ്യത്വപരമായ ഒരു നടപടിയല്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ രക്തസാക്ഷി ഫണ്ട് കൊടുത്തു പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് 50,000 ഉറുപ്പിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 50,000 ഉറുപ്പി അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളത് ശരിയാണ്. ആ പൈസ അയാൾ വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണ്. വാങ്ങാമോ വാങ്ങിക്കാതിരിക്കണോ എന്നുള്ളതൊക്കെ വേറെ തർക്ക വിഷയമാണ്. ഇതിനകത്തുള്ള പ്രശ്നമല്ല. അദ്ദേഹം പറയുന്നു ഞാൻ ആ കാശ് വാങ്ങിച്ചിട്ട് ഹൈക്കോടതി കേസ് എടുത്തതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് UDF-ന്റെ കാലത്ത് പരാതി, UDF-ന്റെ കാലത്ത് പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് രജിസ്റ്റർ ചെയ്യാത്തത് സംബന്ധിച്ച് ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു പിതാവ് പറയുമ്പോൾ ഇത് മുഖവിലേക്ക് എടുക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? അല്ലെങ്കിൽ റെജി ലൂക്കോസ് വളരെ കൃത്യമായി അന്വേഷിച്ചിട്ട് പറയണം ഇങ്ങനെയൊരു പരാതി അവർ കൊടുത്തിട്ടില്ല. വെറുതെ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. ഈ ഒരു 50,000 രൂപ അയാൾ പറയുന്നു 50,000 രൂപ അദ്ദേഹം പറയുന്ന 50,000 രൂപ വാങ്ങിച്ചിട്ട് ആ കാശ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. ഇതല്ല യഥാർത്ഥത്തിലെ പ്രതികൾ ഇതെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്ത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ അല്ലാതെ നമ്മുടെ നാട്ടുപുറത്തെ ഒരു രക്ഷിതാവിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പിതാക്കന്മാരെയും അമ്മമാരെയും ഭാര്യമാരെയും നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ പോയി അവിടുത്തെ താഴെ പ്രദേശങ്ങളിൽ പോയി അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. റെജി ലൂക്കോസ് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ ചന്ദ്രശേഖരൻ കൊലക്കേസിൻ്റെ സമയത്ത് എന്തിനാണ് ആ വണ്ടിയുടെ മുകളിൽ ഈ മാഷാ ഹല്ല സ്റ്റിക്കർ ഒട്ടിച്ചത്? അല്ലെങ്കിൽ ഫസൽ വധത്തിൽ എന്തിനാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു RSS കാര്യാലയത്തിന് മുമ്പിൽ രക്തം ഇത് കൊണ്ട് ഇട്ടത്? ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഇതിനകത്ത് ഒരുപാട് ദുരൂഹമായ കാര്യങ്ങളുണ്ട്. ആ പിതാവ് പറയുന്നതിന് അങ്ങ് ആകെ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. അങ്ങനെ ആ സാധനം എടുക്കുന്നത് ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് അത് തോന്നുന്നത്. ഒരു സംശയം വേണ്ട, നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. പണ്ടത്തെ നിലയിൽ ഈ കാര്യങ്ങൾ പൊതിഞ്ഞു വെച്ച് കൊണ്ടുപോകാൻ ഇനിയത്തെ നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യം വികസിക്കുക തന്നെയാണ്. ആരൊക്കെ എത്രയൊക്കെ ആഗ്രഹിച്ചാലും ഒരു ജനാധിപത്യ സമൂഹം ഉണ്ടാവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ പിണറായിയിൽ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുടുംബങ്ങൾ റോട്ടിലിറങ്ങി ചോദ്യം ചെയ്യുന്ന സ്ഥിതി നമ്മൾ കണ്ടില്ലേ? അത് ഈ കേരളത്തിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകത്തിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അതുകൊണ്ടാണ് CPM-ന് നേരത്തെ നടത്തിയതുപോലുള്ള CPM-ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പണ്ടൊക്കെ നടത്തിയതുപോലുള്ള കൊലപാതകങ്ങൾ നടത്തി ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ഒരു ഭയത്തിൻ്റെ ഒരു ഇതിന് പിന്നേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് പാട്യം ഗോപാലിന്റെ മകനായിട്ടുള്ള ഉല്ലേക്ക് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ റെജി ലൂക്കോസ് ആ പുസ്തകം ഒന്നെടുത്ത് വായിച്ചു നോക്കുന്നതാണ്. വേറെ ആരുമല്ല, റെജി ലൂക്കോസ് മനസ്സിലാക്കേണ്ടത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പാട്യം ഗോപാലിന്റെ മകനാണ്. അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിണറായി വിജയനാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം CPM തന്നെയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ രൂപപ്പെട്ടു വന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു സ്വഭാവത്തിൽ വന്ന മാറ്റമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കുറച്ചുകൂടി ജനാധിപത്യമായ അന്തരീക്ഷം രൂപപ്പെടുന്നതോടെ പഴയ പലതും പുറത്തു വരികയും പാർട്ടി പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും ഗുരുതരമായ ആക്ഷേപം ഇതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. വലിയ സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്നുമുണ്ട്. അതിൽ വ്യക്തത വരേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീ ബാലകൃഷ്ണനൊപ്പം തന്നെ റെജി ലൂക്കോസ്, ഷിബു മീരാൻ, ശ്രീ UK സലീമിന്റെ പിതാവ് ശ്രീ യൂസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്